നമസ്കാരം. കുക്രിയിലേക്ക് സ്വാഗതം. സൂപ്പർ ലീഗ് കേരളത്തിലെ ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഗായി സൂപ്പർ ലീഗ് കേരള മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി ലീഗിലെ കേരളത്തിൻ്റെ ആദ്യത്തെ മുന്നേറ്റമാണ് സൂപ്പർ ലീഗ് കേരള. 6 ടീമുകൾ പങ്കെടുക്കുന്ന കാലിക്കറ്റ്, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം ഇങ്ങനെ 6 ടീമുകൾ പങ്കെടുക്കുന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കേരളത്തിൻ്റെ അവസാന വാക്കാകുന്നതിലേക്കുള്ള യാത്രയിലാണ്. ചാമ്പ്യന്മാർക്ക് 6 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗിലെ ചാമ്പ്യന്മാർക്ക് 1 കോടി രൂപയാണ് സമ്മാനം. റണ്ണറപ്പിന് 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് 50 ലക്ഷം രൂപ സമ്മാനത്തുക. മൊത്തം 60 കോടി രൂപയാണ് ഇതിൽ നിക്ഷേപകർ നിക്ഷേപിച്ചിട്ടുള്ളത് ലീഗിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് 60 കോടി രൂപ മുതൽ മുടക്കി ഒരു ഫുട്ബോൾ ലീഗ്, പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗ് നടക്കുകയാണ്. അതിൻ്റെ 2ാമത്തെ എഡിഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. അങ്ങനെ 2 എഡിഷൻ മാത്രമായിട്ടുള്ളൂ എങ്കിലും കേരളത്തിൽ ഫുട്ബോളിന് വലിയ വേരുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആ വേരുകളെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്ന, നേരത്തെ തന്നെ വേരുകളുണ്ട് കേരളത്തിൽ. ഫുട്ബോൾ വലിയ രീതിയിൽ ജനപ്രീതിയുള്ള ഒരു കായിക ഇനമാണ്. ആ വേരുകളെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലാണ് സൂപ്പർ ലീഗ് കേരള മുന്നേറുന്നത്. എല്ലാ അർത്ഥത്തിലും ISLലേക്കും ഐ ലീഗിലേക്കുമുള്ള ഒരു പടിവാതിലായി ഇത് സൂപ്പർ ലീഗ് കേരള മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും മികച്ച ടീമുകൾ, ഈ ടീമുകളെ പരിശീലിപ്പിക്കാൻ എത്തുന്നത് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള പരിശീലകർ. ടീമുകളിലേക്ക് കളിക്കാരെ കൊണ്ടുവരുന്നതോ അത്യന്തം പ്രൊഫഷണലായ മിടുക്കന്മാരായിട്ടുള്ള കളിക്കാരെ. ഈ ലീഗ് വഴി കളിക്കാർക്ക് മികച്ച പ്രതിഫലം കിട്ടുന്നു, മികച്ച അവസരങ്ങൾ കിട്ടുന്നു. ഈ ലീഗ് സംപ്രേഷണം ചെയ്യുന്നത് സ്റ്റാർ സ്പോർട്സിനെയും സോണി 10 സ്പോർട്സിനെയൊക്കെ പോലുള്ള ചാനലുകളാണ്. അത് ദേശീയ തലത്തിൽ തന്നെ പേരുകെട്ട ചാനലുകളാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത് വിദേശത്തുള്ളവർക്കും ഈ കളികൾ തത്സമയ സംപ്രേഷണത്തിലൂടെ കാണാനാകുന്ന രീതിയിലാണ് ഫുട്ബോൾ ലീഗുമായി ബന്ധപ്പെട്ട സംപ്രേഷണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിനർത്ഥം കേരളത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ഫുട്ബോൾ പ്രതിഭകളെ പോലും ലോകം മുഴുവനുള്ള മലയാളികൾ അറിയുകയും കാണുകയും അവരുടെ പ്രതിഭ തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ ലീഗിലൂടെ എന്നതാണ്. അത് കേരളത്തിലെ ഫുട്ബോളിനുണ്ടാക്കുന്ന ജനപ്രീതിയിലുണ്ടാക്കുന്ന വർധനവ് വളരെ കൂടുതലാണ്. ഈ രീതിയിൽ പ്രൊഫഷണലി ഓർഗനൈസ് ചെയ്ത് ഏറ്റവും നല്ല സ്റ്റേഡിയങ്ങളെ ഏറ്റവും നല്ലതാക്കി മാറ്റി അവിടെ കളികൾ വെച്ച് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായി 6 ടീമുകളെ പങ്കെടുപ്പിച്ച് ഏറ്റവും പ്രൊഫഷണലായി നടത്തുന്ന ഈ ലീഗ് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഫുട്ബോളിന് ഏറെ ഗുണം ചെയ്യുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ഗോകുലം FC പോലെയൊക്കെയുള്ള മികച്ച ടീമുകൾ കേരളത്തിനുണ്ട്. ഐ ലീഗിലൊക്കെ കളിക്കുന്ന മികച്ച ടീമുകൾ കേരളത്തിനുണ്ട്. പക്ഷേ കേരളത്തിൽ പണ്ട് ഒരു കാലമുണ്ടായിരുന്നു, ഫുട്ബോളിൻ്റെ സുവർണകാലം എന്ന് പറയുന്ന ടൈറ്റാനിയത്തെ പോലെ ഉള്ള SBT ഒക്കെ പോലെയുള്ള ടീമുകൾ ഉണ്ടായിരുന്ന ഒരു സുവർണ കാലമുണ്ടായിരുന്നു. ആ കാലം കേരള പോലീസൊക്കെ അന്ന് നിറഞ്ഞു നിന്നിരുന്നു. ആ കാലം പഴങ്കഥയായ ഒരു സമയത്താണ് വീണ്ടും സൂപ്പർ ലീഗ് കേരള പോലെയുള്ള ഒരു ആശയവുമായി കേരള ഫുട്ബോൾ അസോസിയേഷൻ വരുന്നത്. അതിന് മുതൽ മുടക്കാൻ 60 കോടി രൂപ മുതൽ മുടക്കാൻ നിക്ഷേപകരുണ്ടാകുന്നു, ടീമുകളുണ്ടാകുന്നു. ഈ ടീമുകളെ പ്രൊഫഷണലി തന്നെ ലേലത്തിലൂടെ വിളിച്ചെടുക്കുന്നു. ഈ ടീമുകൾക്കെല്ലാം ഉണ്ടാകുന്ന പരിശീലകർ എന്ന് പറയുന്ന മിടുക്കന്മാരായിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള പരിശീലകരുണ്ടാകുന്നു. ഈ ടീമുകളിലേക്ക് ഏറ്റവും നല്ല പ്രതിഫലം കൊടുത്ത് ഏറ്റവും മികച്ച പ്രതിഭകളെ കൊണ്ടുവരുന്നു. അങ്ങനെ ടീമുകൾ ഒന്നിനൊന്നിന് ശക്തിയോടെയും വാശിയോടെയും മത്സരിക്കുന്നു. അപ്പോൾ ഇതിന് കൊടുക്കുന്ന സമ്മാനത്തുകയും വളരെ വലുതാണ്. ആ അർത്ഥത്തിലെല്ലാം ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ലീഗായിട്ട് കേരളത്തിലെ ഫുട്ബോൾ മാറുകയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്രാമാന്തരങ്ങളിലെ ഏറ്റവും പ്രതിഭകളെ ഫുട്ബോളിലേക്ക് തിരിക്കാനും ഫുട്ബോൾ ഒരു പ്രൊഫഷനായി എടുക്കാൻ കഴിയുന്നതാണെന്നും അതുകൊണ്ട് ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാമെന്നും ആളുകൾക്ക്, പുതിയ കുട്ടികൾക്ക് തോന്നുന്ന രീതിയിൽ അവരെ സ്വാധീനിക്കുന്ന രീതിയിൽ ഈ ലീഗ് മാറുകയാണ്.
അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ കായിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ കളി നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിനും അതുവഴി ഏറ്റവും താഴേക്കിടയിലുള്ള ഫുട്ബോൾ പ്രതിഭകളുടെ നിലവാരം ക്വാളിറ്റിയിലുള്ള ഉയർച്ച ഈ ലീഗ് വഴി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ഫുട്ബോളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഏറ്റവും ചെറുപ്പം മുതൽ കുട്ടികളെ ഫുട്ബോൾ പരിശീലനം നൽകി വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഭാവിയിലേക്ക് പ്രതിഭകൾ ഉണ്ടാവുകയുള്ളൂ. അതിന് ഈ ലീഗ് വലിയ സ്വാധീനം ചെലുത്തും എന്നതിലും സംശയമൊന്നും വേണ്ട. ഈ ലീഗിനകത്ത് ഒരു കമ്പോള സാധ്യതയുണ്ട്. കമേഴ്ഷ്യലായിട്ടുള്ള സാധ്യതകളെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിക്ഷേപകർ വരുന്നുണ്ട്. ഇത് ലാഭകരമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രൊഫഷണലായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിന് സംഘടിപ്പിക്കുന്നതിനും ഫുട്ബോൾ അസോസിയേഷൻ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. ഇത് സംപ്രേഷണമടക്കം ഉണ്ടാകുമ്പോൾ, തത്സമയ സംപ്രേഷണം അടക്കം ഉണ്ടാകുമ്പോൾ ഒരു വലിയ ഗുണം ചെയ്യുന്നത് ഈ ഏറ്റവും പ്രാദേശികമായിട്ട് നിൽക്കുന്ന കളിക്കാരെയൊക്കെ ലോകം അറിയാണ്. അപ്പോൾ അവരുടെ സാധ്യതയും വളരെ കൂടുകയാണ്. അവർക്ക് ISL-ലും I ലീഗിലൊക്കെ കളിക്കാനും മറ്റ് ടീമുകൾ ഇവരുടെ കളി കണ്ട് ഇവരുടെ പ്രതിഭ കണ്ട് അവരെ വിളിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവും. ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാതൃകയിൽ കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെതായ ഒരു സ്വന്തം ലീഗ് ഉണ്ടാവുകയാണ്. ആ ലീഗ് കാണിച്ചു കൊടുക്കുന്ന ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് അതൊരു ജീവിതമാർഗമാക്കി മാറ്റാൻ പറ്റുമെന്നും അതിൽ നിന്ന് പണമുണ്ടാക്കാൻ പറ്റുമെന്നും അതിനെ പ്രൊഫഷണലായിട്ട് സമീപിച്ചാൽ ലോക നിലവാരത്തിൽ തന്നെ കളിക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഫുട്ബോൾ ഏരിയയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിനെ കുട്ടികൾ ചെറുപ്പം മുതലേ വളരെ പ്രൊഫഷണലായി സമീപിച്ചു തുടങ്ങും. അവരുടെ അൺപ്രൊഫഷണലായിട്ടുള്ള വളർച്ചയെ മാറ്റി പ്രൊഫഷണലായിട്ട് കൃത്യമായ വഴികളിലൂടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഫുട്ബോൾ കളിക്കാൻ ഈ കുട്ടികളെ കൊണ്ട് പറ്റുകയും ആ കുട്ടികൾ വളരെ ചെറുപ്പം മുതൽ തന്നെ പ്രൊഫഷണൽ രീതികൾ കണ്ട് പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ്ങും കൂടി കിട്ടുമ്പോൾ, പരിശീലനം കിട്ടുമ്പോൾ അവർ മികച്ച കളിക്കാരായി അവരിലെ പ്രതിഭ തേച്ചു മിനുക്കി മുകളിലേക്ക് വരാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ദീർഘവീക്ഷണത്തോടെ തന്നെയാണ് ഈ ലീഗ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് 1-2 കൊല്ലത്തേക്കുള്ളതല്ല, ദീർഘകാലം അപ്പുറത്തേക്കുള്ള, വളരെ കാലം അപ്പുറത്തേക്കുള്ള ഒന്നായി. ഫുട്ബോളിന് കൃത്യമായ വേരുകൾ കേരളത്തിലുണ്ടെന്നും ആ വേരുകളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യുക എന്നതാണ് ഫുട്ബോൾ അസോസിയേഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ഫുട്ബോളിനെ മാറ്റിമറിക്കും. കാരണം ഇത്തരം പ്രൊഫഷണൽ സമീപനമാണ് ഏതൊരു രാജ്യത്തെയും ഏതൊരു സ്ഥലത്തെയും ഏതൊരു പ്രദേശത്തെയും കായിക ഇനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആ രീതിയിൽ ഫുട്ബോളിന് കേരളത്തിൽ തീർച്ചയായിട്ടും വലിയ ജനപ്രീതിയുണ്ട്. ഈ ജനപ്രീതിയെ കൂടുതൽ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആ പറ്റും എന്നത് കാണിക്കുന്നതാണ് ഈ ലീഗ്. കാരണം കമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. ആ കമേഴ്ഷ്യലൈസേഷനിലൂടെ മാത്രമേ ഈ കളിക്കാർക്ക് മികച്ച നിലവാരത്തിലുള്ള ട്രെയിനിങ്ങും മികച്ച നിലവാരത്തിലുള്ള ജീവിതവും നൽകാൻ നമുക്ക് പറ്റുള്ളൂ. അവരുടെ പ്രതിഭ പണ്ടത്തെ കാലത്തൊക്കെയാണ് ആരും അറിയാതെ ഏറ്റവും മികച്ച പ്രതിഭകൾ ഇല്ലാതായി പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും മികച്ചവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരെ തിരഞ്ഞ് കണ്ടുപിടിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രതിഭകളെ ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാവുന്ന രീതിയിൽ അത് വലിയ കുത്തകകളുടെ ചാനലുകൾ ഏറ്റെടുക്കുകയും ആ ചാനലുകൾ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ ലോകത്തെവിടെയും ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കളിക്കാരുണ്ടെന്നും ഇങ്ങനെയുള്ള കളിക്കാർ ഭാവിയാണെന്നും നമ്മുടെ ഭാവിയാണെന്നും ആളുകൾ തിരിച്ചറിയുന്നു. അതുവഴി ഇതിനകത്തൊരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നത് ചെറിയൊരു കാര്യമേ അല്ല. ഈ രീതിയിൽ പ്രൊഫഷണലി ഒരു ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗ് ഓർഗനൈസ് ചെയ്യുകയും അതിന് കൃത്യമായി സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായി പൈസ ഇറക്കാൻ പാകത്തിൽ ടീമുകൾക്ക് ഉള്ളിൽ പൈസ ഇറക്കാൻ പാകത്തിൽ ഇൻവെസ്റ്റേഴ്സ് വരികയും ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് എല്ലാ അർത്ഥത്തിലും ഗുണമേ ചെയ്യുള്ളൂ. ഈ ഇൻവെസ്റ്റേഴ്സിന് പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവണം. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം കേരളത്തിലെ സ്റ്റേഡിയങ്ങളെല്ലാം മികച്ചതായി മാറും എന്നുള്ളതാണ്. എപ്പോഴും ഉപയോഗിക്കപ്പെടുകയും ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയും
മികച്ച സ്റ്റേഡിയങ്ങളായിട്ട് ഇതൊക്കെ മാറുകയും പ്രൊഫഷണൽ സ്റ്റേഡിയങ്ങളായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ ചിലത് നമ്മളുടെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ കളിക്കാൻ സ്റ്റേഡിയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നല്ല ക്വാളിറ്റി ടർഫിൽ ഇത് കളിക്കാൻ പറ്റണം. പരിക്കുകൾ പറ്റുന്ന രീതിയിലുള്ള മൈതാനങ്ങളിൽ ഇത് കളിച്ചിട്ട് കാര്യമില്ല. ഫുട്ബോൾ കളിച്ചാൽ പരിക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കളിക്കാരുടെ ഫിറ്റ്നസ്, കായികക്ഷമതയിൽ ചെറുപ്പം മുതൽ തന്നെ അവരുടെ ആഹാര രീതി, അവരുടെ ആരോഗ്യ സംരക്ഷണം, അവരുടെ ഫിറ്റ്നസ്സിന് വേണ്ട കാര്യങ്ങൾ അത് ശാസ്ത്രീയമായി തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുകയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രൊഫഷണലായി ഫുട്ബോളിനെ സമീപിക്കുകയും ചെയ്യാവുന്ന നിലയിൽ ഈ ലീഗ് മാറുന്നു എന്നുള്ളത്. ഈ ലീഗുകളുടെ പൊതുവായ ഒരു സ്വഭാവം തന്നെ പ്രൊഫഷണലായി ആളുകളെ മാറ്റിയെടുക്കുന്നുള്ളതാണ്. വളരെ അമച്ചറിഷായിട്ടുള്ള പ്രതിഭകളെ കണ്ടുപിടിക്കുകയും അവരെ പ്രൊഫഷണലാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ അത് പലപ്പോഴും വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ള നിലയിലേക്ക് അവർ വളരുന്നതോടുകൂടി പ്രൊഫഷണൽ ലീഗിൽ അവർ കൂടുതൽ പ്രൊഫഷണൽ ലീഗുകൾ കളിക്കാൻ മിടുക്കന്മാരാവുകയും അവർ കേരളത്തിന് പുറത്തു പോയി കളിക്കാൻ പാകത്തിൽ വളർച്ചയുള്ളവരായിട്ട് അവർ മാറും എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ നോക്കിയാലും, ഏത് അർത്ഥത്തിൽ നോക്കിയാലും, ഏത് കണ്ണാടിയിൽ നോക്കിയാലും അത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഇത്തരം ലീഗുകളിലൂടെ കേരളത്തിൻ്റെ ഫുട്ബോൾ സമ്പത്തിനെ, പ്രതിഭാസമ്പത്തിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനും കൂടുതൽ തേച്ചു മിനുക്കാനും ഇവരെ മറ്റ് ലീഗുകളിലേക്ക് പോകാവുന്ന നിലയിലേക്ക് വളർത്തിയെടുക്കാനും നമുക്ക് കഴിയണം. നമുക്ക് അതിന് മാത്രമുള്ള പ്രതിഭകളുണ്ട്. ആ പ്രതിഭകളെ കൂടുതലായിട്ട് ഉപയോഗിക്കാനും ആ നിലയിൽ അവരെ ശക്തിപ്പെടുത്താനും ഈ ലീഗുകൾക്ക് കഴിയും. ഇതിൽ ISL പറ്റിയ അബദ്ധങ്ങൾ ഇതിൽ പറ്റാതെ നോക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ അസോസിയേഷൻ ചെയ്യാനുള്ളത്. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സ്പോൺസേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും അവർ പിൻവാങ്ങുന്ന രീതിയിലേക്ക് ISL ഇപ്പോൾ അതാണ് സംഭവിച്ചത്. ആ നിലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോകാതെ നോക്കേണ്ടത് ഫുട്ബോൾ അസോസിയേഷൻ്റെ മിടുക്കാണ്. ആ മിടുക്ക് കേരളത്തിലെ ഫുട്ബോൾ അസോസിയേഷന് തെളിയിക്കാനും ആ മിടുക്ക് കാണിക്കാനും അതുവഴി കാലങ്ങളോളം ഈ ലീഗ് മുന്നോട്ട് പോകാനും ഉണ്ടാകുന്ന ഒരവസരമുണ്ടാകണം. വഴിക്ക് വെച്ച് മുടങ്ങുന്ന രീതിയിൽ ലീഗ് ആ രീതിയിൽ ഒരു ദീർഘവീക്ഷണമില്ലാതെ സംഘടിപ്പിക്കപ്പെടാതെ ദീർഘകാലത്തേക്ക്, എല്ലാ കാലത്തേക്കും കേരളത്തിൽ ഫുട്ബോളിന് ജനപ്രീതി ഉണ്ടാകുന്ന രീതിയിൽ, കൂടുതൽ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, കൂടുതൽ പ്രതിഭകൾ ഇതിലേക്ക് വരുന്ന രീതിയിൽ, ആ പ്രതിഭകളെ തേച്ചു മിനുക്കുന്ന രീതിയിൽ മികച്ച ഒരു ലീഗായിട്ട് മാറാൻ കേരള സൂപ്പർ ലീഗിന് എല്ലാ സാധ്യതയുമുണ്ട്. ആ സാധ്യതയെ പൂർണ്ണമായി വിനിയോഗിക്കുക തന്നെ ചെയ്യും.